ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ എല്ലാവർക്കും ഇന്നൊരു സ്റ്റോക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇത് ഇന്നത്തേക്ക് അല്ല, ഇന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിങ്കളാഴ്ച 9 മണിക്ക് രാവിലെ 9 മണിക്ക് മുൻപേ തന്നെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എക്സിക്യൂട്ടായി ലഭിക്കും. സോ അതിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ലഭിക്കാനിടയാകും. സോ അതിനു വേണ്ടി നമുക്ക് ആദ്യം ഞാൻ നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരാം. സോ ആദ്യം നമുക്ക് സ്റ്റോക്കിൻ്റെ നെയിം ഞാൻ അടിച്ചു കൊടുക്കുകയാണ്. ബജേൽ പ്രോജക്ട്സ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. സോ ഇപ്പോൾ 293.90 നിൽക്കുവാണ്. സോ നമുക്കിത് എങ്ങനെ പർച്ചേസ് ചെയ്യാൻ നോക്കാം. ആദ്യം ബൈ കൊടുക്കുക. റെഗുലർ ഓർഡറുണ്ട്, കവറുണ്ട്, AMO ഉണ്ട്. നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡറാണ് ചെയ്യേണ്ടത്. മാർക്കറ്റിന് ശേഷം ചെയ്യുന്ന ഓർഡറാണ് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ. സോ ഇവിടെ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്, സൈഡിൽ 1 ക്വാണ്ടിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ആ എമൗണ്ടിൽ നിങ്ങളുടെ എമൗണ്ട് എത്രയാണോ അത് നിങ്ങളവിടെ കൊടുക്കുക. സോ ഞാൻ ഒരു 1 lakh കൊടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ എനിക്ക് കാണുവാൻ കഴിയും, എനിക്ക് 340 ക്വാണ്ടിറ്റിയാണ് ഇതിൽ ലഭിക്കുന്നത്. പ്രൈസ് ഇച്ചിരി കൂടി നിൽപ്പുണ്ട്, 293 നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് 340 ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ഇനി ലിമിറ്റ് നമ്മൾ മാറ്റിയാൽ മാത്രമേ നമുക്കത് എക്സിക്യൂട്ടായിട്ട് കിട്ടത്തുള്ളൂ. സോ ഞാൻ ഇവിടെ ലിമിറ്റ് മാറ്റുവാണ്. ലിമിറ്റ് പ്രൈസ് 330 ഞാൻ ലിമിറ്റ് പ്രൈസ് ആക്കിയപ്പോൾ എനിക്ക് 1 lakh റുപ്പീസിന് ഞാൻ വാങ്ങുമ്പോൾ 303 ക്വാണ്ടിറ്റിയാണ് എനിക്കിവിടെ വാങ്ങുവാനായിട്ട് സാധിക്കുന്നത്. സോ ഇത് പ്രൈസ് വെച്ചതിന് ശേഷം ലോങ് ടേം തന്നെയാണ്, കുഴപ്പമില്ല, ബാക്കിയെല്ലാം ഓക്കെയാണ്. ദെൻ സ്വൈപ്പ് ടു ബൈ കൊടുക്കുക. സോ ഓർഡർ പ്ലേസ്ഡ് എന്ന് കാണിക്കും. ദെൻ നമുക്ക് ബാക്ക് അടിച്ച് പോയിട്ട് ഓർഡേഴ്സിലോട്ട് പോകുമ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ റിക്വസ്റ്റ് റിസീവ്ഡ് എന്ന് കാണിക്കും. അപ്പോൾ ഇത് രാവിലെ 9:10 ആകുമ്പോൾ നിങ്ങളുടെ എക്സിക്യൂട്ട് ആയാൽ ഇവിടെ എക്സിക്യൂട്ടഡ് എന്ന് കാണിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും എറർ കാരണം അത് ചിലപ്പോൾ കാണിക്കാതെ വരും. സോ അതുവരെ ഇവിടെ കാണിക്കും. ദെൻ എക്സിക്യൂട്ടഡ് എന്ന് കാണിക്കും. 9:15 ആകും, 9:10 ആകുമ്പോൾ നോക്കിയാൽ കാണുവാൻ കഴിയും. ദെൻ 9:15 ആകുമ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആകും. ദെൻ മാർക്കറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങും. സോ പോർട്ട്ഫോളിയോ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങളുടെ പൊസിഷൻസ് ആണ്, ഹോൾഡിങ്സ് ആണെന്ന് തോന്നുന്നു. പൊസിഷൻസിൽ അതിൽ രണ്ടിൽ നോക്കണം. വന്ന് ഇവിടെ കിടക്കുവാൻ ഇടയാകും. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞിട്ട് 0 എന്ന് പറഞ്ഞ് കിടക്കും. സോ 9:15 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. എക്സിക്യൂട്ടഡ് എന്ന് കാണിക്കുമ്പോൾ തന്നെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് 0 എന്ന് കാണിക്കും. ദെൻ 9:15 ആകുമ്പോൾ മൂവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റ്, ലോസ് ആണെങ്കിൽ ലോസ് കാണിക്കും. അതായത് ഇപ്പോൾ നമ്മൾ എയിം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 2 to 3% നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ കുറച്ച് കൂടിയാണ് ഈ പ്രൈസ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്കിടുന്ന പ്രോഫിറ്റ് ഇതിൽ കുറവായിരിക്കും. കുറവെന്ന് പറയുമ്പോൾ കുറച്ച് എമൗണ്ട് ഇട്ട് അത്ര ക്വാണ്ടിറ്റി നമുക്ക് കുറച്ചേ വാങ്ങുവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ക്വാണ്ടിറ്റി കുറയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അത് കുറച്ച് കുറഞ്ഞേ കാണിക്കും. സോ കുഴപ്പമില്ല, അത്രയും നമ്മൾ ബൾക്ക് എമൗണ്ട് നമ്മൾ ഇടുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റ് കിട്ടും. പക്ഷെ അങ്ങനെയല്ല, ഞാൻ അങ്ങനെ ആരോടും ബൾക്കായിട്ട് ഇടണമെന്ന് പറയുന്നില്ല. നമ്മൾ അത്യാഗ്രഹമൊന്നും കാണിക്കാതെ കുറച്ച് വെച്ച് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് കിട്ടുകയും ചെയ്യും. അഥവാ നമുക്ക് ലോസിൽ പോയാൽ നമുക്ക് വലിയ സങ്കടമൊന്നും വരത്തില്ല. എന്നാൽ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇത് ഓട്ടോമാറ്റിക്കലി പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ അതൊരു ബാലൻസ് ചെയ്ത് നമുക്ക് തന്നെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ആരും പറഞ്ഞു തരാതെ തന്നെ ഒരു സ്റ്റോക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അത് എങ്ങനെ ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ബജേൽ പ്രോജക്ട്സ് ആണ് ഇന്ന് ഞാൻ പറയുന്ന സ്റ്റോക്ക്. തിങ്കളാഴ്ചത്തേക്ക് വേണ്ടി എല്ലാവരും 9 മണിക്ക് മുമ്പ് തന്നെ വാങ്ങിച്ചിടണം. സോ മാക്സിമം സ്റ്റോക്കുകളെന്ന് പറയുമ്പോൾ ചില ദിവസങ്ങളിൽ നേരിട്ട് തന്നെ തുറക്കുമ്പോൾ മുൻപോട്ട് പോകാറാണ് ചാൻസ്. ചിലത് ഒന്ന് ഡൗൺ അടിച്ചിട്ടാണ്
താഴോട്ട് പോയിട്ടാണ് പിന്നെ മുകളിലോട്ട് കയറി വരുന്നത്. സോ മാക്സിമം ഡേയ്സ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. ലോസ് വന്നിട്ടില്ലെന്നല്ല, ലോസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ചെറിയ എമൗണ്ട് ഇടണമെന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് എനിക്കറിയാം ഇത് ലോസ് പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്യും. കാരണം എനിക്കറിയാം ഇനി ഇത് നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളത്. ചിലപ്പോൾ ഇല്ല, എനിക്കറിയാം ആദ്യം കുറച്ച് ലോസേ കാണിക്കുമോ, എന്നിട്ട് അത് ബാക്കിലോട്ട് വരുമ്പോൾ ഇല്ല ഇത് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാനത് വെയിറ്റ് ചെയ്യും. സോ എനിക്കത് പ്രോഫിറ്റ് കയറിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ടെൻഷനാവും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ആദ്യം ചെറിയ എമൗണ്ട് ഇട്ടിട്ട് ഈ സ്റ്റോക്ക് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കുറച്ച് ദിവസം എന്നോടൊപ്പം നിങ്ങൾ ഇത് പരിശോധിച്ച് ചെക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്കൊരു കോൺഫിഡൻ്റ് ആയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ ക്യാഷ് അതിലോട്ട് മുടക്കുക. ഓക്കെ, സോ ഇത് നല്ലൊരു സോഴ്സ് ആയതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് ഭയങ്കര ലോസാണ്. ശരിയാണ്, ലോസാണ്. വലിയ എമൗണ്ടുകൾ ഒന്നും അറിയാതെ പെട്ടെന്ന് വാരിക്കോരി നമ്മൾ അതിലിടുമ്പോൾ നമുക്ക് ലോസ് അടിക്കാറുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് പഠിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, സോ വാങ്ങിച്ചിടുക. ചെറിയ എമൗണ്ടിൽ നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, സോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഈ പ്ലാറ്റ്ഫോം നമ്മുടെ സെറോദയാണ്. ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ലിങ്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും വാച്ച് ചെയ്യുക, എന്താണെന്ന് മനസ്സിലാക്കി എന്നോടൊപ്പം നിങ്ങളും നോക്കുക, ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.